അക്രമകാരിയായ കാട്ടാന ബേലൂർ മക്നിയെ മയക്കുവെടിവെച്ച് പിടികൂടാനുള്ള ഉദ്യമം രണ്ടാം ദിവസവും വിജയം കണ്ടില്ല. തോൽപ്പെട്ടി വന്യജീവി സങ്കേതത്തിനുള്ളിൽ ചെമ്പകപ്പാറയിൽ കാട്ടാനയുടെ സാന്നിധ്യം റേഡിയോ കോളർ സിഗ്നൽ വഴി കണ്ടെത്തിയെങ്കിലും വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് മയക്കുവെടിവെക്കാനുള്ള സാഹചര്യത്തിൽ കാട്ടാനയെ ലഭ്യമായില്ല. വനത്തിനുള്ളിലെ ഉയരം കൂടിയ അടിക്കാടുകളാണ് കാട്ടാനയെ നേരിൽ കാണുന്നതിനും മയക്കുവെടിവെക്കുന്നതിനും തടസ്സമാകുന്നത്. ഇന്ന് പുലർച്ചെയും പിന്നീട് രാവിലെ 9:30-ക്കും ബേലൂർ മോഴയുടെ സിഗ്നലുകൾ മണ്ണുണ്ടി ചെമ്പകപ്പാറ വനമേഖലയിൽ നിന്നും ആന്റിനയിലും റിസീവറിലും ലഭിച്ചിരുന്നു. ഇതേ തുടർന്ന് മയക്കുവെടി വിദഗ്ധരും RRT അംഗങ്ങളും ഉൾപ്പെടുന്ന ദൗത്യസംഘം ഉൾവനത്തിലേക്ക് നീങ്ങുകയായിരുന്നു. പിന്നീട് ആനയുടെ 100 മീറ്റർ പരിധിയിലും പ്രത്യേക സംഘം എത്തി. എന്നാൽ മയക്കുവെടി വയ്ക്കാൻ കഴിയുന്നതിന് മുൻപ് കാട്ടാന വീണ്ടും വനത്തിനുള്ളിലേക്ക് നീങ്ങി. ഇതിനു മുൻപ് 2 തവണ കുങ്കിയാനകളുടെ സഹായത്താൽ മയക്കുവെടിയേറ്റ കാട്ടാനയായതിനാൽ കുങ്കിയാനകളുടെ സാന്നിധ്യം ബേലൂർ മക്നിയെ പരിഭ്രാന്തി ഉളവാക്കുന്നതായാണ് സൂചന. വനമേഖലയിലെ ഉയർന്നു നിൽക്കുന്ന അടിക്കാടുകൾ ദൗത്യത്തിന് ഏറെ തടസ്സമാവുന്നുണ്ട്. നമ്മൾ ഒരു പ്രാവശ്യമോ ഒരു 2 ആന കൂട്ടുകൂടിയപ്പോൾ അന്ന് ഇത്തരം നിയമമില്ല. അങ്ങനെ ഫോറസ്റ്റുകാരോട് നമ്മൾ ഈ കാട് ഫുള്ള് കറങ്ങിയതാണ്. അപ്പോൾ ഈ കാട്ടിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ ആനയുണ്ടെങ്കിൽ കാണില്ല. ഇത് അടിക്കാടുള്ളത് കൊണ്ട് നമുക്ക് കാണാൻ കഴിയില്ല. മേലെ അടിക്കാട് കാടുകളാണ്. 1-2 ആന എന്നാലും കാണുന്ന രീതിയിലുള്ള കാടല്ല, ഇത്രയും കാടുണ്ട്. പിന്നെ ആനേനെ ഇപ്പോൾ കാണിക്കൽ അതിൻ്റെ ഈ കോൾ റൈഡ് എന്ന് പറയുന്നില്ലേ, അതിൻ്റെ ലൊക്കേഷൻ ഇപ്പോൾ അവർ ചിലപ്പോൾ പിന്നെ കിട്ടിയിട്ടുണ്ടോ, സിഗ്നൽ കറക്റ്റ് കിട്ടിയിട്ടുണ്ടോ, അതാണ് അവർ ഇതിൽ വന്നതിൻ്റെ കാര്യം ഉണ്ടായിരിക്കും. നോർത്തേൺ റീജിയൻ CCF KS ദീപ, വൈൽഡ് ലൈഫ് CCF മുഹമ്മദ് ഷബാബ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ഇന്നത്തെ ഉദ്യമം. 200-ലധികം വനപാലകരാണ് കർണാടകയിൽ നിന്നും റേഡിയോ കോളർ ഘടിപ്പിച്ച് വിട്ടയച്ച അക്രമകാരിയായ കാട്ടാനയെ പിടികൂടുന്നതിനായി 2 ദിവസമായി പരിശ്രമിക്കുന്നത്. അബ്ദുള്ള പള്ളിയാൽ, മലനാട് ന്യൂസ്.